ഹായ് ഓൾ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഞാനിന്നൊരു സ്കാമുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ മനോരമ ക്ലാസിഫൈഡ്സിൽ ഡിസംബറിൽ ഗ്രൂമിനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഡ്വർടൈസ്മെൻറ്റ് ഷാജി എന്നൊരു ആൾ കൊടുത്തിരുന്നു. അത് കണ്ടിട്ട് നമുക്കറിയാവുന്ന ഒരു ക്ലോസ് റിലേറ്റീവ് അവരെ കോൺടാക്റ്റ് ചെയ്യുകയും നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അവർ പറഞ്ഞത് പെൺകുട്ടിയുടെ ഫാമിലിയുമായിട്ട് സംസാരിച്ചിട്ട് തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞ് ഒരു 2 hours ശേഷം തിരിച്ചു വിളിച്ചിട്ട് പെൺകുട്ടിയുടെ ഫാമിലിക്ക് ഓക്കെ ആണെന്നും അതേപോലെ തന്നെ അവരുടെ ഡീറ്റെയിൽസ് തിരിച്ച് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അതിന് പ്രകാരം ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സിബ്ലിങ്സിൻ്റെ ഡീറ്റെയിൽസും മറ്റു ഡീറ്റെയിൽസും എല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 കൂട്ടർക്കും ഇഷ്ടമായി. അങ്ങനെ അവർ തിരിച്ചു വിളിക്കുമെന്ന് പറഞ്ഞ് ഒരു സ്ത്രീ തിരിച്ചു വിളിക്കുകയും അവർ പെൺകുട്ടിയുടെ അമ്മയാണെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഷെയർ ചെയ്യുകയും പയ്യൻ്റെ വീട്ടുകാരെ മാട്രിമോണിയിൽ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ 2000 rupees അവർ പറയുന്ന ഒരു അക്കൗണ്ടിലോട്ട് ഗൂഗിൾ പേ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ റെഡ് ബേർഡ്സ് മാട്രിമോണി എന്ന് പറയുന്ന ഒരു മാട്രിമോണി സൈറ്റിലോട്ട് ഗൂഗിൾ പേ ചെയ്യുകയും അതോടൊപ്പം തന്നെ അവർ അഡ്രസ്സ് ഷെയർ ചെയ്യുകയും ചെയ്തു. അവർക്ക് പേയ്മെൻറ്റ് ചെയ്ത് കൊടുത്തതിൻ്റെ സ്ക്രീൻഷോട്ടാണിത്. 2 ഫാമിലിയും തീരുമാനിച്ചത് ഒരുമിച്ച് ചെന്ന് കാണാമെന്നുള്ള ഒരു തീരുമാനം എടുത്തിരുന്നു. അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഡേറ്റ് എല്ലാം ഫിക്സ് ചെയ്ത് പയ്യൻ്റെ ഫാമിലി വരുന്ന അന്ന് രാവിലെ ലൊക്കേഷൻ ഷെയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് കുറേ കോൺടാക്ട് ചെയ്തിട്ടും പെൺകുട്ടിയുടെ ഫാമിലി എടുക്കാനിരുന്നത് കൊണ്ട് തിരിച്ച് മാട്രിമോണിയിലോട്ട് കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞത് പെൺകുട്ടിയുടെ ഫാദറിന് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്നും പറഞ്ഞിരുന്നത്. ഈ ഒരു പോകുന്ന കാര്യം അവരങ്ങനെ ക്യാൻസൽ ചെയ്തു. വീണ്ടും പിന്നീട് ഒരു ദിവസം പോകാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തി. പക്ഷേ എന്നാൽ കണ്ടിന്യൂസ് വിളിച്ചിട്ടും പെൺകുട്ടിയുടെ വീട്ടുകാർ പിന്നീട് ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ തിരിച്ച് മാട്രിമോണി സൈറ്റിൽ കുറേ കോൺടാക്ട് ചെയ്തിട്ട് ആദ്യമൊന്നും അവർ ഫോൺ എടുത്തില്ല. പിന്നീട് അവർ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞത് അവർ ഫോൺ എടുക്കാതിരുന്നതിൻ്റെ കാരണം അവർ ആലോചിച്ചിരുന്ന സ്റ്റാഫിൻ്റെ ഫാദർ മരിച്ചു പോയെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്കത് കോൺടാക്ട് ചെയ്യാൻ പറ്റാത്തതെന്നാണ് അവർ പറഞ്ഞത്. അതേപോലെ തന്നെ അവർ ഈ പണം തിരിച്ച് റീഫണ്ട് ചെയ്യാമെന്നും പറഞ്ഞിരുന്നു. എന്നാൽ 3 മാസത്തോളം കണ്ടിന്യൂസ് കോൺടാക്ട് ചെയ്തിട്ടും ഇവർ തിരിച്ച് കോൺടാക്ട് ചെയ്യാതിരുന്നത് കൊണ്ട് കംപ്ലൈൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടും അവർ പറഞ്ഞത് അവർ തിരിച്ചത് റീഫണ്ട് ചെയ്തോളാം എന്നാണ്. പക്ഷേ ഇതുവരെയായിട്ടും അവർക്കത് റീഫണ്ട് കിട്ടിയിട്ടില്ല. എന്നാൽ ഒരു 2-3 മാസമായിട്ട് അവർ പരസ്യം ഇടുന്നുണ്ടായിരുന്നില്ല. എന്നാൽ വീണ്ടും ഒരു അഡ്വർടൈസ്മെൻറ്റ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് അഡ്വർടൈസ്മെൻറ്റ്. നിങ്ങൾ ആരെങ്കിലും ഇത്തരത്തിലൊരു ചതിയിൽ പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കാം. ഇതൊരു തട്ടിപ്പാണ്. പെൺകുട്ടിയുടെ ഫാമിലി എന്ന് പറയുന്നതും ഇവരുടെ ആളുകൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. അവർ പിന്നീട് നമ്മൾക്ക് ഒരു കോൺടാക്റ്റും ചെയ്യത്തില്ല. നമ്മുടെ 2000 rupees വെറുതെ പോകുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. മാക്സിമം കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പൈസ ചിലവാക്കാവൂ.